നമസ്കാരം. ഗ്രേപ്സിൻ്റെ മനോഹരമായ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഇന്ന് വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം പല മീറ്റിങ്ങുകൾക്കും ചെല്ലുമ്പോൾ അവർ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇടപെടുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ചില ഡോക്ടേഴ്സ് ഇങ്ങനെ ചോദിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ പേഷ്യൻസ് കൃത്യമായിട്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാതെ പോകുന്നുണ്ടല്ലോ ജെറാൾഡ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അങ്ങനെ വാങ്ങാതെ പോയാൽ അവർ കഴിക്കുന്നത് എന്താ ഉറപ്പ്? നമുക്ക് അവർ തിരിച്ചു വരുമ്പോൾ ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും? അപ്പോൾ നമ്മുടെ EMRൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ പേഷ്യൻ്റ് ഫയൽ വരുന്നിടത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബോട്ടിൽ ടൈപ്പ് ഓഫ് ബ്ലാക്ക് ഐക്കൺ ഉണ്ട്. മെഡിസിൻ കമ്പാരിസൺ എന്ന ഐക്കണിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നും അവർ പർച്ചേസ് ചെയ്ത മരുന്നും കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ട്, പൈസയുടെ കുറവ് കാരണം അവർ വാങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് ഒരു ചോദ്യത്തിൽ കൂടെ അതിനെ കൺഫേം ചെയ്യാൻ പറ്റും പിന്നീട് വാങ്ങി കഴിച്ചിട്ടുണ്ടോ എന്ന്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ജി ഹെൽത്ത് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ പേഷ്യൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കിൻ്റെ പേരിൽ വൈറ്റ് ലേബൽ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറേ അധികം ഹോസ്പിറ്റൽ വൈറ്റ് ലേബൽ, അതൊരു അഡീഷണൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്ന കാര്യമാണ്. വേണമെങ്കിൽ മാത്രം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കിൻ്റെ പേരിൽ ഒരു മൊബൈൽ ആപ്പ് വേണമെങ്കിൽ മാത്രം വൈറ്റ് ലേബൽ ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ നമുക്ക് ജി ഹെൽത്ത് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാനായിട്ടൊരു QR കോഡ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെക്കാം. അവരത് റീഡ് ചെയ്താൽ അവിടെ നിന്ന് ഈ ആപ്പ് അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ച് അവർ മരുന്ന് കഴിക്കേണ്ട സമയങ്ങളെല്ലാം തന്നെ മൊബൈലിൽ അലേർട്ടായിട്ട് വരും, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് നമ്മൾ 3 നേരം മരുന്ന് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 നേരവും ഡാഷ് ബോർഡിൽ അലേർട്ട് കിടക്കും. അപ്പം നമുക്ക് കൺഫേം ആണ്, അവരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് ഒരു നല്ല ഫീലാണ്. അവർ വിചാരിക്കുന്നത് ഇത് ആശുപത്രിയിൽ നിന്ന് ഓരോ സമയത്തും അറിയിക്കുകയാണെന്ന്. ആ ഒരു ലെവൽ ഓഫ് ഒരു കണക്ടിവിറ്റി അവിടെ കിട്ടും. രണ്ടാമത്, നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ലീവ് എടുക്കുകയാണ്, അന്ന് ഈ പേഷ്യൻ്റ് ഇവിടെ വരെ വന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. സോ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ അവൈലബിൾ ആണോ അല്ലയോ എന്ന് മൊബൈൽ ആപ്പിൽ നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും 2 ആഴ്ച കഴിഞ്ഞ് വരും എന്ന് പറയും. അവർ കൃത്യമായിട്ട് 2 ആഴ്ചയൊക്കെ കണക്ക് കൂട്ടി അന്ന് വരുമ്പോൾ അന്ന് നമ്മളൊരു പേഴ്സണൽ ആവശ്യത്തിനോ ഒഫീഷ്യൽ ആവശ്യത്തിനോ നമ്മൾ അന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. സോ അങ്ങനെ ലീവ് മാർക്ക് ചെയ്യുമ്പം തന്നെ അവിടുന്ന് നമ്മുടെ സ്ലോട്ടുകൾ കട്ടാവും മൊബൈൽ ആപ്പിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഡോക്ടർ ഇന്ന് അവൈലബിൾ അല്ല എന്ന്. അതുപോലെ തന്നെ നമ്മുടെ OPDകളിൽ ഇപ്പോൾ സർജൻ്റെയൊക്കെ OPD ആണെങ്കിൽ എമർജൻസി സർജറിയൊക്കെ വന്നാലോ മറ്റു പല OPDകളിലും ഇൻ ബിറ്റ്വീൻ OP ഭയങ്കരമായിട്ട് ഡിലേ ആകും. അപ്പം നമ്മുടെ പേഷ്യൻസ് അവരാണല്ലോ നമ്മുടെ റിയലി ഏറ്റവും അടുത്ത ആൾക്കാർ. അപ്പം നമ്മൾ ഈ ഡ്യൂട്ടി ചെയ്യുന്നതും ഇത്രയും പഠനങ്ങൾ നടത്തുന്നതും എല്ലാം അവർക്ക് ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബെസ്റ്റ് സർവീസ് ഇൻ ദ ബെസ്റ്റ് ടൈം കിട്ടുമ്പോഴാണ് അവർ ഹാപ്പി ആവുക. പലപ്പോഴും അവർ വന്ന് വളരെ നേരം ഇവിടെ കാത്തിരുന്ന് മുഷിഞ്ഞൊക്കെ ആയിരിക്കും നമ്മുടെ OPDയിലേക്ക് കയറി വരിക. അവർ വല്ലാതെ പാനിക്കായി മാറിയിട്ടുണ്ടാവും. അതൊഴിവാക്കാനായിട്ടും ഈ മൊബൈൽ ആപ്പ് ജി ഹെൽത്ത് എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ള പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ജി ഹെൽത്ത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം അവർക്ക് അതിൽ കൂടെ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. അവർ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ്സിന് ഏതെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അതവർക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. ഓൺലൈൻ തന്നെ പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ക്ലിനിക്കൊക്കെ നടത്തുന്ന ഡോക്ടേഴ്സിനാണെങ്കിൽ അപ്പം ഈ ഒരു പേഷ്യൻ്റ് വന്ന് കൺസൾട്ട് ചെയ്തിട്ട് അവിടെ ക്യാഷ് വാങ്ങുന്ന ഡോക്ടർ തന്നെയാണ് എങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതൊന്നുമില്ല, അവർക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ ഓൺലൈൻ തന്നെ പേ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവിടെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് കണക്റ്റഡ് ആണ്, അപ്പോയിൻമെൻറ്റ്സ് കണക്റ്റഡ് ആണ്. ഇനി അവർക്ക് തന്നെ പുറത്ത് പോയി ചെയ്ത ലാബ് റിസൾട്ടുകളൊക്കെ സ്കാൻഡ് കോപ്പിയായിട്ട് അപ്ലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി വരുമ്പോൾ ആ പേപ്പർ എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്ന പ്രശ്നമില്ല, കാരണം മൊബൈൽ ആപ്പിൽ തന്നെ എടുത്ത് കാണിച്ചാൽ മതി. സോ അത്തരത്തിൽ നമ്മുടെ പേഷ്യൻസിൻ്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലാം വളരെ ട്രാൻസ്പെറൻ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടെ ആക്യുറേറ്റ് ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് നമുക്കും പേഷ്യൻറ്റിനും ഫീൽ ചെയ്യാൻ പറ്റും. ലോങ് റണ്ണിൽ ഇത് പേഷ്യൻസിൻ്റെ കോൺഫിഡൻസിനെ ഒരു ആക്യുറേറ്റ് ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിങ്ങിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ജി ഹെൽത്ത് മൊബൈൽ ആപ്പ് ഫോർ പേഷ്യൻസ്.